അനുഗ്രഹീതമായ ഈ നല്ല നിമിഷത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. और इस अनुग्रहित समय के लिए मैं परमेश्वर को धन्यवाद देता हूँ. വിശേഷാൽ ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട കേവറീസ് പാസ്റ്ററുമായിട്ടും സന്തോഷ് പാസ്റ്ററുമായിട്ടും ഇവിടെയുള്ള ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായിരുന്നു. और विशेष रीति से इन दिनों में यहाँ पर आना, प्रभु के दासों के साथ में समय को व्यतीत करना हमारे जीवन के लिए आशीष का कारण था. എല്ലാ കർത്താവിൻ്റെ മക്കൾക്കും ഇവിടെയുള്ള സഭയിൽ ശുശ്രൂഷിക്കുന്ന ബഹുമാനപ്പെട്ട കേവറീസ് പാസ്റ്റർക്കും സന്തോഷ് പാസ്റ്റർക്കും അവരുടെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. और आप सभी को प्रभु यीशु मसीह के नाम से मेरे हृदय से मैं प्रेमी सलाम मैं कहता हूँ. കഴിഞ്ഞ 16 വർഷമായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നാഷണൽ പ്രെയർ മൂവ്മെൻറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. और पिछले 16 साल से नेशनल प्रेयर मूवमेंट के द्वारा हमारे देश के लिए हम प्रार्थना में समय को व्यतीत कर रहे हैं. ആ പ്രാർത്ഥനയുടെ ഒരു റിസൾട്ട് ഇന്നലെ ഞങ്ങൾ പോയ വില്ലേജിൽ കാണുവാനിടയായി തീർന്നു. और उन प्रार्थनाओं के उत्तर को पिछले दिनों में हमारी यात्राओं में कि गांव में हम देखने के लिए प्रभु ने अवसर प्रदान किया. അപ്പോൾ തന്നെ വ്യാഴാഴ്ച ഞങ്ങൾ പോയ വില്ലേജുകളിലൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു വലിയ മറുപടി കാണുവാൻ കർത്താവിടയാക്കി. प्रार्थनाओं के उत्तर को देखने के लिए परमेश्वर ने पिछले दिनों में हमारी इस यात्रा में हमें अवसर प्रदान किया. നമ്മുടെ രാജ്യത്ത് 6,38,321 ഗ്രാമങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. और भारत के अंदर के जो लगभग 6 लाख से अधिक गांव हैं, उन गांवों के लिए हम प्रार्थना कर रहे हैं. ഇനിയും ഒരു വലിയ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടത് ആവശ്യമാണ്. और उस सेवकाई में प्रभु का वचन उन जगहों तक पहुंचना है. प्रभु अपनी योजनाओं को उन स्थानों में पूरा करना है. एक बड़ा लक्ष्य हम सबके सामने है. നമ്മുടെ രാജ്യത്ത് 138 കോടി ജനങ്ങൾ യേശുവിനെ അറിയണം. അതിനുവേണ്ടി നാം ദൈവത്തിൻ്റെ മുൻപാകെ മുട്ടുമടക്കുകയാണ്. हमारे देश की लगभग 138 करोड़ से अधिक की जो जनसंख्या है, प्रभु के प्रेम को पहचानना है और वह हमारी प्रार्थना निवेदन इन दिनों में होना है. അതിന് ദൈവത്തിൻ്റെ മുൻപാകെ കർത്താവിനോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ ചോദിക്കുക. ദൈവം ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും ദൈവം തരും. और जिस प्रकार से पिछले दिनों में हमने वचन से देखा, जिस प्रकार से भजनकार अपनी प्रार्थना में प्रभु की आवाज को दोहराता है कि मुझसे मांग, मैं जाति जाति के लोगों को तेरी सम्मति होने के लिए और दूर दूर के देशों को तेरी निज भूमि बनने के लिए दे दूंगा. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുള്ള വീടുകൾക്ക് വേണ്ടിയും വ്യക്തികൾക്ക് വേണ്ടിയും ഇടിവിൽ നിന്ന് അവരെ ദത്തെടുത്ത് പ്രാർത്ഥിക്കണം. ദൈവം ആ വ്യക്തികളെ നമുക്ക് തരും. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന അത് വളരെ ഫലിക്കുവാനിടയായി തീരും. और प्रियो, इन दिनों में हम जहाँ पर रहते हैं, हमारे आसपास के जो लोग हैं, मानो उन्हें गोद लेकर उनका नाम लिखकर बोझ के साथ में यदि मैं और आप उनके लिए प्रार्थना करेंगे, परमेश्वर का आत्मा उनकी जिंदगियों को रूपांतरित करेगा. നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്താൽ സാധ്യമാണ്. हमारे लिए जो जो बातें असंभव है, वे सारी बातें हमारे परमेश्वर के लिए संभव है. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, അതെ, സിംഹത്തിൻ്റെ വായെ അടച്ചു കളഞ്ഞു. നിശ്ചയമായിട്ടും വിശ്വാസത്താൽ നമ്മുടെ ചുറ്റുപാടുള്ള വീടുകളെ, ദേശത്തെ അവകാശമായി ചോദിച്ചാൽ, വിശ്വാസത്താൽ നമ്മുടെ ഉള്ളിൽ അതിനെ വഹിച്ചാൽ, അതും നിശ്ചയമായിട്ടും കർത്താവ് നമുക്ക് തരുവാനിടയായി തരും. विश्वास ही के द्वारा हम बहुत सारी चीजों को कर सकते हैं. जिस प्रकार से वचन में पाते हैं, विश्वास ही के द्वारा सिंहों के मुंह बंद किए गए, प्रतिज्ञा की हुई वस्तुएं प्राप्त हुई. यदि ऐसा है तो मैं और आप विश्वास करके इन दिनों में प्रार्थना करेंगे, अद्भुत कार्यों को हमारे दिनों में प्रकट होते हुए हम देख पाएंगे. 2 ദിനവൃത്താന്ത പുസ്തകം 7-14 വാക്യത്തിൽ ഞാൻ മെസ്സേജിനുള്ള ഒരു വാക്യമായിട്ടല്ല എടുക്കുന്നത്. അത് അവിടെ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം എന്തു ചെയ്യണം? തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച്
തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. और दूसरा इतिहास 7:14 में हम देखते हैं, तब यदि मेरी प्रजा के लोग जो मेरे कहलाते हैं दीन होकर प्रार्थना करें और मेरे दर्शन के खोजी होकर अपनी बुरी चाल से फिरे तो मैं स्वर्ग में से सुनकर उनका पाप क्षमा करूंगा और उनके देश को ज्यों का त्यों कर दूंगा. ദേശത്തിന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. मैं और आप हमारे देश के नगरों की चंगाई के लिए हमें प्रार्थना में समय को व्यतीत करना है. ദേശത്തിന്റെ സൗഖ്യം വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ സൗഖ്യങ്ങൾ പ്രാപിച്ചെടുക്കണം. यदि हमारे देश में हमें चंगाई को देखना है तो उसके लिए महत्वपूर्ण है हमारे व्यक्तिगत जीवन में ईश्वरीय चंगाई को हमें महसूस करना है. 7 സൗഖ്യങ്ങളെ കുറിച്ച് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. और 7 चंगाइयों के बारे में मैं आपको याद दिलाना चाहता हूं. ഒന്ന് ശാരീരികമായ സൗഖ്യം. पहला शारीरिक चंगाई. ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ ഹീലിംഗ് നമുക്ക് ആവശ്യമാണ്. और शरीर में हमें चंगाई की जरूरत है. ശരീരത്തിൽ രോഗം വെച്ചുകൊണ്ട് ദേശത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് വേണ്ട നിലയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല. और हमारे शरीर में यदि बीमारी है उस बीमारी के साथ में हम देश की चंगाई के लिए सही रीति से प्रार्थना नहीं कर सकते. നാം ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സൗഖ്യം ദൈവം തരണമെന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. और हमें प्रभु से प्रार्थना करना है, परमेश्वर पिता जो चंगाई हमारे शरीर को चाहिए वो चंगाई पूर्ण रीति से आप प्रकट कीजिए, ऐसे हमारी प्रार्थना होना है. രണ്ടാമത്തെ സൗഖ്യം മെന്റൽ ഹീലിംഗ് ആണ്, നമ്മുടെ മാനസിക സൗഖ്യമാണ്. और दूसरा मानसिक चंगाई की हमें जरूरत है. നമ്മുടെ മനസ്സിന് സൗഖ്യമില്ലെങ്കിൽ ദേശത്തിന് സൗഖ്യം വരികയില്ല. यदि हमारा मन चंगा नहीं है हमारे देश में चंगाई नहीं आ पाएगी. 3 നമ്മുടെ വൈകാരിക മണ്ഡലങ്ങളിൽ ഇമോഷണൽ ആ മണ്ഡലങ്ങളിൽ നമുക്ക് എന്ത് വേണം? സൗഖ്യം വേണം. और तीसरा हमारे भावनाओं के क्षेत्र के अंदर हमारी भावनाओं में हमें चंगाई की जरूरत है. ക്ഷമിക്കുകയും വഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ വൈകാരിക മണ്ഡലങ്ങളിൽ നമുക്ക് സൗഖ്യം വേണം. क्षमा करने के लिए, सहन करने के लिए, भावनाओं के उन भावनात्मक पहलुओं के अंदर हमें एक चंगाई की जरूरत है. നാലാമത്തേത് സാമൂഹികമായ ബന്ധം വേണം. और चौथी बात, समाज में आपस में एक संबंध होना चाहिए. സാമൂഹികമായി സമൂഹങ്ങളുമായി നല്ല ഒരു സൗഖ്യം നമുക്ക് വേണം. और समाजों में या सामाजिक रिश्तों के अंदर एक चंगाई, एक सही निकटता बहुत जरूरी है. നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ റിലേഷനിൽ, നമ്മുടെ വൈഫിനോടും കുഞ്ഞുങ്ങളോടും നമ്മുടെ ബന്ധങ്ങളിൽ നമുക്ക് സൗഖ്യം വേണം. हमारे रिश्तों के अंदर पति पत्नी के रिश्तों में होगा, बच्चों के माता पिता के रिश्तों में होगा, भाई बहनों के रिश्तों में होगा, वहां पर हमें एक चंगाई की जरूरत है. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കർത്താവേ ശാരീരിക സൗഖ്യം, മാനസിക സൗഖ്യം, വൈകാരികമായ സൗഖ്യം, അപ്പോൾ തന്നെ സാമൂഹികമായ സൗഖ്യം, ബന്ധങ്ങളിലുള്ള സൗഖ്യം ഉണ്ടാകുവാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് और പ്രാർത്ഥിക്കാം. इन दिनों में हमें प्रार्थना करना प्रभु, न केवल हमारे शरीर में चंगाई होने पाए, न केवल हमारे मनों में चंगाई होने पाए, न केवल हमारी भावनाओं में, न केवल हमारे आपसे रिश्तों में, जीवन के हर क्षेत्रों के अंदर, हर पहलू में ईश्वर चंगाई को मैं और आप अनुभव करने के लिए हमें प्रार्थना करना है. അപ്പോൾ തന്നെ നമ്മുടെ ആത്മീയ സൗഖ്യവും ദൈവമായിട്ടുള്ള ബന്ധവും ആ സൗഖ്യവും ദൈവികമായിട്ടുള്ള ബന്ധങ്ങളിലുള്ള ആ സൗഖ്യമുണ്ടാകുമ്പോൾ ആണ് ദേശത്ത് സൗഖ്യം പ്രാപിക്കുന്നത്. और उसी प्रकार से हमारे आत्मिक क्षेत्र के अंदर उन पहलुओं में जब हम पूर्ण चंगाई को प्राप्त करते हैं, नगरों की चंगाई के लिए हम प्रार्थना करने के लिए प्रोत्साहित हो जाते हैं. ബന്ധങ്ങൾ ശിഥിലമാണെങ്കിൽ നമുക്ക് ദേശത്തിന് സൗഖ്യമുണ്ടാകത്തില്ല. यदि हमारे आपसी रिश्ते कमजोर है तो हमारे देश में चंगाई नहीं हो सकती. അപ്പോൾ 6 വിധ സൗഖ്യങ്ങൾ, ആത്മീയ സൗഖ്യങ്ങൾ, വൈകാരിക സൗഖ്യങ്ങൾ, സാമൂഹിക സൗഖ്യങ്ങൾ, ശാരീരിക സൗഖ്യങ്ങൾ, നമ്മുടെ ബന്ധങ്ങളിലുള്ള സൗഖ്യങ്ങൾ, ഇതെല്ലാം പ്രാപിച്ചു കഴിയുമ്പോൾ
ദേശത്തിന് എന്ത് ചെയ്യും? സൗഖ്യം ലഭിക്കുവാനിടയായിത്തീരും. और जिस प्रकार से ये जो 6 चंगाइयों के क्षेत्र मैंने बोले, शारीरिक चंगाई, मानसिक चंगाई, भावनात्मक चंगाई, आपसी संबंधों में चंगाई, सामाजिक क्षेत्रों के अंदर चंगाई और आत्मिक क्षेत्र के अंदर चंगाई, जब इन 6 क्षेत्रों में हम चंगाई को अनुभव करते हैं, नगरों की चंगाई को हम देख पाते हैं. അതുകൊണ്ട് 6 വിധത്തിലുള്ള സൗഖ്യത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. और इन 6 क्षेत्रों की चंगाई के लिए हमें निरंतर प्रार्थना करते रहना. നിങ്ങൾ അത് നോട്ട് ചെയ്യുക. ശാരീരിക സൗഖ്യം, शारीरिक चंगाई, മാനസിക സൗഖ്യം, मानसिक चंगाई, വൈകാരികമായ സൗഖ്യം, भावनाओं में चंगाई, ആത്മീയ സൗഖ്യം, आत्मिक क्षेत्रों में चंगाई, സാമൂഹികമായിട്ടുള്ള സൗഖ്യം, सामाजिक बंधनों में, सामाजिक रिश्तों में चंगाई, ബന്ധങ്ങളിലുള്ള സൗഖ്യം, आपसी रिश्तों के अंदर चंगाई. ഈ സൗഖ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുമ്പോൾ നമ്മൾ എവിടെ ചെന്നാലും അനേകര് കൃപയിൽ വരുവാനിടയായിത്തീരും. ദേശത്ത് അനേകര് സൗഖ്യമാകുവാനിടയായിത്തീരും. എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. इन रिश्तों में जब हम चंगाई को प्राप्त करते हैं, हम जहां भी रहे वहां पर दीन होकर जब मैं और आप प्रार्थना करेंगे, वे प्रार्थनाएं सुनी जाएगी और उनके फलस्वरूप जहां पर हम रहते उन नगरों के अंदर परमेश्वर की चंगाई को प्रभु प्रकट करेगा. നമുക്ക് ഇന്ന് പകൽ ദൈവത്തോട് അതിനായി പ്രാർത്ഥിക്കാം. आज सुबह हमारी ये प्रार्थना होने पाए. നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. हम मिलकर प्रभु से एक क्षण प्रार्थना करें. കർത്താവേ, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ അങ്ങയോട് ചേർന്നിരിക്കുമ്പോൾ परमेश्वर पिता, इन दिनों में जब हम आपकी उपस्थिति में बने हुए हैं, ഞങ്ങൾക്ക് ലഭിക്കേണ്ട സൗഖ്യങ്ങളെല്ലാം ലഭിക്കുമ്പോൾ जो चंगाई हमें मिलना है वो चंगाइयां जब हमें मिलती है, ഞങ്ങളുടെ ദേശത്തിന് സൗഖ്യമുണ്ടല്ലോ. हमारे देश में एक चंगाई है. അതേ, ഞങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമെല്ലാം ദൈവം ഞങ്ങൾക്ക് അവകാശമായി തരുമല്ലോ. प्रभु जी, जहां पर हम पैर रखेंगे वो स्थान आप हमें हमारे अधिकार में दोगे, ये वायदा है. ആ വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. उस ईश्वरीय कार्य योजना के लिए हम आपको अपने आप को सौंपते हैं. ഞങ്ങളുടെ ചുറ്റുപാടുകൾക്കായി, ഞങ്ങളുടെ ദേശത്തിനായി, ഞങ്ങളുടെ രാജ്യത്തിനായി, ഞങ്ങളുടെ ലോക രാജ്യങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. हमारे आसपास के क्षेत्रों के लिए, अन्य लोगों के लिए हम प्रार्थना करते, आपके हाथों में उन्हें समर्पित करते हैं. കർത്താവ് ഈ ദിവസങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്യണമേ. आप अद्भुत कार्यों के दिनों में प्रकट कीजिए. യേശുവിൻ നാമത്തിൽ തന്നെ. यीशु के नाम में मांगते हैं. ആമേൻ. आमीन. എൻ്റെ പേര് എവിടെ ഓർപ്പിച്ചല്ലോ. എൻ്റെ വീട് കോട്ടയം ജില്ലയിൽ വാഴൂർ എന്ന സ്ഥലത്താണ്. और मेरा नाम बताया गया शाजी कुरियन, कोटयम में वायूर नामक स्थान में मेरा घर है. കർത്താവിൻ്റെ കൃപയാൽ ദൈവം എനിക്ക് ദാനമായി 3 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. परमेश्वर ने 3 बच्चे मुझे दिए हैं. മൂത്ത മോൾ വിവാഹം ചെയ്ത് ആയിരിക്കുന്നു. അവർക്ക് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്. അപ്പം തന്നെ ഇളയമോൻ രണ്ടാമത്തെ മോൻ ബാംഗ്ലൂരിൽ, ഇളയ മോള് +2 പഠിക്കുന്നു. और मेरी बड़ी बेटी विवाहित है, उनकी एक बच्चा है. दूसरा एक बेटा है जो बैंगलोर में पढ़ाई कर रहा है और छोटी बेटी है वो 12वीं में पढ़ रही है. എൻ്റെ വൈഫിൻ്റെ പേര് ജോയ്സ്. और मेरी पत्नी का नाम जॉयस. മൂത്ത മോള് ഗ്രേസ്. बड़ी बेटी ग्रेस. മരുമോൻ അതെ ഷിനോ. और दामाद उनका नाम शिनोय है. അപ്പോൾ തന്നെ കൊച്ചുമോൻ ഇപ്പോൾ 1.5 വയസ്സ് കഴിഞ്ഞു, ആരോൻ. और उनका 1.5 साल का एक बच्चा है. മോൻ ജോബ്. और बेटा जॉब. ഇളയ മോള് ജ്യോതിസ്. और छोटी बेटी ज्योतिष. ഞങ്ങൾ പൊൻകുന്നത്ത് ചർച്ച് ഫോർ ഇന്ത്യയുടെ ബന്ധത്തിൽ ഒരു പുതിയ പ്രവർത്തനം ആരംഭിച്ച് അത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. और चर्च ऑफ गॉड के साथ में हम जुड़कर केरल में सेवकाई कर रहे हैं. അപ്പോൾ തന്നെ നാഷണൽ പ്രെയർ മൂവ്മെന്റിനുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 16 വർഷമായി കർത്താവിൻ്റെ സന്നിധിയിൽ ആ മിനിസ്ട്രിയോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. और पिछले 16 साल से नेशनल प्रेयर मूवमेंट के साथ में मिलकर हम सेवकाई कर रहे हैं. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ ഡിസ്ട്രിക്റ്റിനു വേണ്ടി അത് അഡോപ്റ്റ് ചെയ്ത് ഓരോ ദിവസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. और इन दिनों में राज्य के एक जिलों को एक दिन के लिए हम गोद लेते हैं और उसके लिए हम मध्यस्थता कर रहे हैं. അതിൻ്റെ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടി ആ ജില്ലകൾ സന്ദർശിക്കുവാൻ, ഞങ്ങൾ ദത്തെടുത്ത ജില്ലകൾ സന്ദർശിക്കുവാനാണ് ഈ യാത്ര വന്നുകൊണ്ടിരിക്കുന്നത്. और पिछले दिनों में जिन जिलों के लिए हमने प्रार्थनाएं की थी, इन दिनों में उन जिलों में आने का एक निर्णय करके हम यहाँ पर आए और प्रभु हमें यहाँ पर लेकर आया. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഈ ജില്ലകളിൽ അത് പല സൗത്ത് രാജസ്ഥാൻ്റെ
പല ജില്ലകളിൽ പോകുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. और प्रभु का अनुग्रह हुआ तो दक्षिणी राजस्थान के कुछ जिलों में आने वाले दिनों में हम समय को व्यतीत करना चाह रहे हैं. പ്രത്യേകമായി പ്രാർത്ഥിപ്പാൻ കർത്താവിന്റെ സ്നേഹത്തിൽ ഓർപ്പിക്കും. आपकी प्रार्थनाओं को हम चाहते हैं. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു ദൈവവചന ഭാഗം വായിക്കാം. और वचन में से कुछ भागों को हम देखेंगे. 1 പത്രോസ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. पहला पत्रस 2रा अध्याय और उसका 10वां पद. 1 പത്രോസ് 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. पहला पत्रस 2रा अध्याय और उसका 10वां पद. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവരായിരുന്നു, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. तुम पहले तो कुछ भी नहीं थे, पर अब परमेश्वर की प्रजा हो. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. तुम पर दया नहीं हुई थी, पर अब तुम पर दया हुई है. നമുക്കറിയാം പത്രോസ് ലേഖനം ഒരു സാർവത്രിക ലേഖനമാണ്. और पत्रस की पत्री सभी लोगों के लिए लिखी हुई एक सार्वजनिक पत्री है. നമുക്കറിയാം ജനം കഷ്ടതയുടെ അനുഭവങ്ങൾ, നീറോ ചക്രവർത്തി റോമൻ നഗരം താൻ കത്തിച്ചിട്ട് അത് ദൈവമക്കളുടെ പേരിൽ ആ കുറ്റം ആരോപിച്ച് അവിടെയുള്ള ദൈവജനം വളരെ കഷ്ടതയിലൂടെ പോയ ഒരു സന്ദർഭത്തിലാണ് ഈ ലേഖനം പത്രോസ് ദൈവസഭയ്ക്ക് വേണ്ടി എഴുതുവാനിടയായി. और पत्रस जब इस पत्री को लिख रहा है, वहां की पृष्ठभूमि कुछ ऐसी थी कि उन दिनों में नीरो जो वहां का शासक था, उसने कई जगहों को जलाया, सताया और उसका आरोप उस जमाने के मसीही लोगों के ऊपर आरोप मढ़ दिया और उसके कारण मसीहियों में बहुत बड़ा सताव से होकर गुजर रहे थे. ऐसे समयों में ये पत्री लिखी गई है. അപ്പോൾ ദൈവസഭയ്ക്ക് അഗ്നിശോധനയിലൂടെ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം വന്നുവെന്ന് കൂടി എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. और 4 के 12 में लिखा है कि हे प्रियों, जो दुख रूपी अग्नि तुम्हारे परखने के लिए तुम में भड़की है, इससे यह समझकर अचंबा न करो कि कोई अनोखी बात तुम पर बीत रही है. വചനം പറയുകയാണ്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ നിങ്ങൾ പങ്കുള്ളവരാകും തോറും എന്ത് ചെയ്യണം? സന്തോഷിച്ചു കൊള്ളുവീൻ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. और 13वां पद कहता है कि जैसे जैसे मसीह के दुखों में सहभागी होते हो, आनंद करो, ऐसा लिखा है. ഇപ്പൊ കഷ്ടതയിൽ പോയ ജനത്തിന്, ഏത് കഷ്ടതയാ? ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ നിങ്ങൾ എന്താണ്? പങ്കാളികളാകും തോറും നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിച്ചു കൊള്ളണം. और क्लेश से होके गुजरने वाले विश्वासियों के नाम पत्रस यहाँ पर लिखता है, जब तुम मसीह के दुखों में सहभागी होते हो, ऐसे समयों में तुमको आनंदित रहना है. ഇപ്പൊ ദൈവസഭയോട് പറയുകയാണ്, നിങ്ങൾ മുൻപേ ജനമല്ലാത്തവരായിരുന്നു, ഇപ്പോൾ ദൈവത്തിന്റെ ജനമായിരിക്കുന്നു. और परमेश्वर अपने लोगों से कहता है कि तुम पहले तो कुछ नहीं थे, लेकिन अब परमेश्वर की निज प्रजा हो. നിങ്ങൾ കരുണയില്ലാത്തവരായിരുന്നു, ഇപ്പോൾ ദൈവത്തിന്റെ കരുണ ലഭിച്ചു. तुम पर दया नहीं हुई थी, पर अब तुम पर दया हुई है. 1-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ജീവിതത്തിലുള്ള ശ്രേഷ്ഠത കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. और पहला पत्रस 1:23 में लिखा है, क्योंकि तुमने नाशवान नहीं पर अविनाशी बीज से परमेश्वर के जीवते और सदा ठहरने वाले वचन के द्वारा नया जन्म पाया है. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി കൊണ്ടാണ്, അത് സാധാരണ ഒരു വേടല്ല, ദൈവത്തിന്റെ ജീവൻ ആ വചനത്തിൽ അടങ്ങിയത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പാപം മാറി, പാപത്തെ അത് ദൈവം ക്ഷമിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഒരു ജീവൻ ദൈവം പകരുവാനിടയായി തീർന്നത്. और मुझे और आपको यह समझना है, हमारे जिंदगी में जो बदलाव आया है वह किसी सामान्य वचन से नहीं, लेकिन परमेश्वर के जीवित वचन के द्वारा. वह जीवित वचन जो हमारी स्थितियों को रूपांतरित करता है, उस जीवित वचन ने हमारी जिंदगियों को बदला है. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ നടന്ന ഒരു ജനനമാണ്, ഒരു ആത്മീയ ജനനമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. और परमेश्वर के वचन के द्वारा
पवित्र आत्मा की सहायता से हमारे अंदर जो नयापन आता है उसे नया जन्म कहा जाता है। അതാണ് കർത്താവ് പറയുന്നത്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകുകയില്ല. इसीलिए प्रभु यीशु मसीह ने कहा, जब तक तू जल और आत्मा में जन्म नहीं लेगा तो स्वर्ग राज्य का वारिस नहीं बन सकता। അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരാത്മീയ ജനനം നടന്നത് ജീവനുള്ള ദൈവത്തിന്റെ വചനത്താലാണ്. प्रियो, मेरे और आपके अंदर जो आत्मिक जन्म हुआ है वह परमेश्वर के जीवते वचन के द्वारा हुआ है। 24-ാമത്തെ വാക്യം പറയുമ്പോൾ, സകല ജഡവും പുല്ലുപോലെ അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെ ആകുന്നു, പുല്ലുവാടി പൂ ഊർന്നുപോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും. ഇന്ന് പകൽ കരങ്ങൾ പറഞ്ഞിട്ട് ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു. और 24वां पद कहता, हर एक प्राणी घास के समान है और उसकी सारी शोभा घास के फूल के समान है। घास सूख जाती है, फूल झड़ जाता है, परंतु प्रभु का वचन युगान युग स्थिर रहता है। अपने हाथों को उठाकर बोझों से बोलिए, प्रभु का वचन युगान युग स्थिर रहता है। युगान युग स्थिर रहता है परमेश्वर का वचन। യേശു നമുക്ക് ജീവൻ തന്നു, അവന്റെ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്തു. ആ ദൈവത്തിന്റെ വചനത്തിന്റെ ആ വലിയ ഒരു അഭിഷേകമാണ് നമ്മളിൽ ജീവൻ പകർന്നത്. प्रियो, यीशु मसीह के लहू के द्वारा, यीशु मसीह के वचन के द्वारा जो नया सामर्थ मुझे और आपको मिला है, वह जीवन हमें सामर्थ प्रदान करता है और जीवन हमें आगे बढ़ाता है। ഇവിടെ ദൈവജനത്തോട് പറയുകയാണ്, എന്തിനാ വീണ്ടും ജനിച്ചത്? और यहाँ पर लिखा है क्यों हमारा नया जन्म हुआ है। 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, पहला अध्याय उसका 3 पद को यदि हम देखें तो, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം, और 1 के 3 में लिखा है, अपनी बड़ी दया से हमें जीवित आशा के लिए नया जन्म दिया। ഇന്ന് പകൽ നമുക്ക് കരങ്ങൾ ഉയർത്തി പറയണം, എന്റെ കർത്താവ് മരിച്ചും മൺമറയപ്പെട്ടില്ല. മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവന്റെ പുനരുത്ഥാനത്താൽ യേശു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പകൽ പറഞ്ഞാട്ട്, യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. അവന്റെ പുനരുത്ഥാനത്താൽ, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാലാണ് അത് വീണ്ടും ജനിച്ച ജീവിതത്തിൽ ജീവനുള്ള പ്രത്യാശ प्रियो, ലഭിക്കുന്നത്. आज की सुबह मुझे और आपको समझना है, यीशु मसीह के मरे हुओं में से जी उठने के कारण, मृतकों में से यीशु मसीह जी उठा है। इसीलिए हम पर दया हुई, हम पर हमारे जीवन में एक नई आशा मिली और आज की सुबह यह हमारी गवाही होनी चाहिए। അനേക ദൈവങ്ങൾ മരിച്ചു മൺമറയപ്പെട്ടപ്പോൾ അവൻ കല്ലറകളെ ഭേദിച്ച് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇന്നും ജീവിക്കുന്നു. ആ ജീവന്റെ പ്രത്യാശയോട്, ആ പുനരുത്ഥാനത്തിന്റെ അഭിഷേകത്തോടാണ് ദൈവം നമ്മെ നിർത്തുന്നത്. प्रियो, मुझे और आपको समझना है, यीशु मसीह मृतकों में से जी उठा और उसके जी उठने के कारण ही आज हम यहाँ पर जीवित हैं। और वही आशा है जो एक मसीही को आगे बढ़ाती है और एक नए स्तर के अंदर स्थापित करती है। ജീവനുള്ള വചനത്താൽ വീണ്ടും ജനിച്ചെങ്കിൽ അടുത്തത് എന്താണ്? ജീവനുള്ള പ്രത്യാശയാലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. प्रियो, जीवित वचन के द्वारा यदि मेरा और आपका नया जन्म हुआ तो एक जीवित आशा के लिए परमेश्वर इंद्रों में मुझे और आपको स्थिर रखता है। എന്താണ് ജീവനുള്ള പ്രത്യാശ? वो जीवित आशा क्या है? 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 4 पद में लिखा है, അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്കു വേണ്ടി വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന ക്ഷയം, മാലിന്യം, വാട്ടമൊന്നുമില്ലാത്ത നല്ല ഒരു അവകാശത്തിനായി തന്നെ ഞാനും നിങ്ങളും വീണ്ടും ജനിച്ചിരിക്കുകയാണ്. और 4 और 5 उन पदों के लिए हम देखेंगे, वहां लिखा है कि एक अविनाशी निर्मल अजर मिरास के लिए जो तुम्हारे लिए स्वर्ग में रखी है, जिनकी रक्षा परमेश्वर की सामर्थ से
विश्वास के द्वारा उस उद्धार के लिए जो आने वाले समय में प्रकट होने वाली है की जाती है। ഈ ലോകത്തിൽ അല്പകാലം ജീവിച്ച് പ്രോസ്പെരിറ്റിയൊക്കെ അനുഭവിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതൊക്കെ ദൈവം തന്നെങ്കിൽ നമ്മൾ വാങ്ങിക്കണം. അന്ത്യകാലത്ത് വെളിപ്പെടാനുള്ള ഒരു രക്ഷയുണ്ട്. ആ നിന്നെ വീണ്ടും ജനിച്ചതിന് ഉദ്ദേശം എന്താണ്? അന്ത്യകാലത്ത് വെളിപ്പെടാനുള്ള, ഇന്ന് പകൽ പറയണം, സന്തോഷത്തോടെ പറയണം, അന്ത്യകാലത്ത് വെളിപ്പെടാനുള്ള രക്ഷയ്ക്ക് വേണ്ടി അത് ദൈവശക്തിയാൽ ദൈവത്തിന്റെ അഭിഷേകത്താൽ കാക്കപ്പെടുന്ന, ക്ഷയം മാലിന്യം വാട്ടമൊന്നുമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി തന്നെ എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. प्रियो, मुझे और आपको यह समझना है, इस संसार में संपन्नता में या अन्य आशीषों के अंदर ही केवल जीवन व्यतीत करने के लिए नहीं, लेकिन इसके बाद में आने वाले समयों में जो अजर और जो अविनाशी मीरास प्रभु देना चाहता है, उसको समझते हुए, उस पर आशा बनाए रखते हुए जीवन व्यतीत करने के लिए, उस अनंतकालीन महिमा के लिए अपने आप को उपलब्ध करते हुए एक एक दिन आगे बढ़ने के लिए पवित्र आत्मा मुझे और आपको चाहता है। ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ വനം പിടിക്കുമ്പോൾ ധനവാന മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കിൽ വേസ്റ്റ് തിന്ന അപ്പൊ തന്നെ അവന്റെ വ്രണങ്ങൾ നായ്ക്കൾ നക്കിയിരുന്നു. എന്നാൽ അത് ലാസർ മരിച്ചപ്പോൾ എന്ത് ചെയ്തു? അവൻ അബ്രഹാമിന്റെ മടിയിലേക്ക് ചെന്നു. അത് ക്ഷയമില്ലാത്ത, മാലിന്യമില്ലാത്ത, വാട്ടമില്ലാത്ത ആ നല്ലൊരു അവകാശത്തിനായി തന്നെയാണ് അവൻ കർത്താവിന്റെ സന്നിധിയിലായിരുന്നത്. और हम देखते हैं उस धनवान और लाजर की जीवन की घटनाक्रम को जो हम वचन में देखते हैं। लाजर उस धनवान के घर के बाहर जो उसके मेज से चूर चार मिलता था, उसको जीकर, उसको खाकर जीवन व्यतीत करने वाला व्यक्ति था। लेकिन जब उनकी दोनों की मृत्यु हो जाती है, हम देखते हैं वो लाजर परमेश्वर की गोद में पहुंचाया जाता है। प्रभु की ओर से एक आदर मान को वो वहां पर पाता है। അതുകൊണ്ട് നമുക്ക് പറയാം, നല്ല ഒരവകാശത്തിന് വേണ്ടിയാണ് ഞാൻ കർത്താവിന്റെ കൃപയാൽ വീണ്ടും ജനിച്ചിരിക്കുന്നത്. और इसलिए प्रियो, मेरे और आपके अंदर से यह घोषणा होनी चाहिए, एक मीरास के लिए, एक अमरता के लिए परमेश्वर ने मुझे और आपको चुना है, मुझे और आपको अलग किया है। ആറാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണല്ലോ, അതിൽ നിങ്ങൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? ആനന്ദിക്കണം. അപ്പം ക്രൈസിസ് വരുമ്പോൾ ദുഃഖം വരും. ഇങ്ങനെയുള്ള ദുഃഖം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കണം. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയാകട്ടെ, പട്ടിണിയാകട്ടെ, അതിന്റെ നടുവിലും ദൈവശക്തിയാൽ ആനന്ദിക്കുന്ന, കർത്താവിൽ സന്തോഷിക്കുന്ന, കർത്താവിൽ ബലപ്പെടുന്ന, ആത്മീയ സന്തോഷത്താൽ ബലപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും എത്തേണ്ടത് और ആവശ്യമാണ്. छठा पद कहता है, इस कारण तुम मगन होते हो, यद्यपि अवश्य है कि अभी कुछ दिन के लिए नाना प्रकार की परीक्षाओं के कारण दुख में हो। हमारे जीवन में विपरीत परिस्थितियों में भी परमेश्वर का वचन हमसे चाहता है हम प्रभु में आनंदित रहे, प्रभु में हम मगन रहे, और उस प्रकार से एक जीवन शैली के लिए पवित्र आत्मा इंद्रियों में मुझे और आपको प्रोत्साहित करता है। കഷ്ടതയുണ്ടെങ്കിലും പൗലോസ് പറയുന്ന കർത്താവിൽ എപ്പോഴും എന്ത് ചെയ്യണം? സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് പിന്നെ നിങ്ങളോട് പറയുന്നത് കർത്താവിൽ ആനന്ദിച്ചു കൊള്ളണം. और प्रियो, क्लेश है, लेकिन उन क्लेशों के मध्य में प्रभु का आत्मा हमसे कहता है सदा आनंदित रहो, सदा आनंदित रहो। आनंद के साथ में क्लेशों के मध्य में एक जीवन व्यतीत करने के लिए पवित्र आत्मा मेरी और आपकी सहायता करना चाहता है। ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറുതെന്ന്. അപ്പം അഴിഞ്ഞു പോകുന്നതും അതെ തീയിൽ ശോധന കഴിക്കുന്നതുമായ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറുതാണ്. और सातवां पद कहता है कि और ये इसलिए कि तुम्हारा परखा हुआ विश्वास जो आग से ताए हुए नाशवान सोने से भी कहीं अधिक बहुमूल्य है, यीशु मसीह के प्रकट होने पर प्रशंसा और महिमा और आदर का कारण ठहरे।
തീയിലേക്കിടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. हमारे जीवन में आग में से होकर हमें गुजरना पड़ सकता है. നമ്മൾ വെന്തുപോകുമെന്ന് പലപ്പോഴും വിചാരിക്കും. हमें लगेगा कि हम यहाँ पर समाप्त हो जाएंगे. ഇല്ല, വെന്തുപോകത്തില്ല. അഗ്നിയുടെ നടുവിൽ നാലാമനായിട്ടല്ല, ഒന്നാമനായി ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ഞാനും നിങ്ങളും അനുഭവിക്കുക. प्रियो, हमें लगेगा कि हम इस परिस्थिति से बाहर नहीं निकल पाएंगे, लेकिन आज की सुबह मैं कहना चाहूंगा, जिस प्रकार से उस आग की भट्टी के अंदर 3 लोगों को डाला गया, लेकिन उनके बीच में उन्हें बचाने के लिए जिस प्रकार से वो चौथा व्यक्ति उतर आया, ठीक इसी प्रकार से मेरे और आपके परीक्षाओं के मध्य में हमारी मदद करने के लिए, हमें बाहर निकालने के लिए, हमें जय देने के लिए हमारा परमेश्वर हमारे संग रहता है, हमारी करीबी में रहता है. വിശ്വാസത്തിന്റെ പരിശോധനയിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ പ്രത്യാശ എന്താണ്? എൻ്റെ കണ്ണുനീർ മാറുന്ന ഒരു സമയമുണ്ട്, എൻ്റെ ദുഃഖം മാറുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ അഗ്നിശോധനകളൊക്കെ ഉണ്ടെങ്കിലും, അഗ്നിശോധന എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുവാൻ ഭയങ്കര ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. ഇതിന്റെ നടുവിൽ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും കാണുവാൻ ഇടവരും. और वहां लिखा है कि यीशु मसीह के प्रकट होने पर, अर्थात इस संसार में क्लेशों के बीच में, विपरीत परिस्थितियों के बीच में, यदि प्रभु की सहायता से, प्रभु की अगुवाई में मैं और आप बने रहेंगे, तो वचन कह रहा है कि यीशु मसीह के प्रकट होने पर हम प्रशंसा और महिमा और आदर का कारण ठहरेंगे. हमारे आंसुओं को वो पहुंचेगा, हमारे जीवन की स्थितियों के अंदर एक बदलाव उसकी ओर से आएगा. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ ലഭിക്കുന്ന കാര്യങ്ങൾ, 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നത്: പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും. നിനക്ക് പുകഴ്ച ലഭിക്കും, അപ്പോൾ തന്നെ നിനക്ക് തേജസ്. അതേ, കർത്താവിന്റെ വരവെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ ആ തേജസ്സിന്റെ ശരീരം നമുക്ക് തരുന്ന തേജസ്സിനും മാനത്തിനും, കഥ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും കാണുവാൻ വരുന്ന ഒരു സന്ദർഭമുണ്ട്. और वहां देखते हैं कि यीशु मसीह के प्रकट होने पर प्रशंसा और महिमा और आदर का कारण ठहरे. अर्थात प्रभु हमें एक तेजोमय शरीर देगा, एक महिमामय शरीर वो हमें देगा, और उस लक्ष्य के साथ में एक एक दिन हमें आगे बढ़ना है. ദൈവത്തിന്റെ വചനം പറയുന്നു, അതേ, കർത്താവിന്റെ വരവെങ്കിൽ അതേ ഉയർക്കുന്ന തേജസ്സിന് ഉയർക്കുന്ന അപമാനത്തിലാണ് വിതയ്ക്കപ്പെടുന്നത് എന്ന തേജസ്സിന് ഉയർക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. അതേ, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ഒരു ആത്മീയ ശരീരം ഉയർക്കുന്നു. ഇന്ന് പകൽ നമ്മുടെ പ്രത്യാശ, എന്റെ യേശു വരും, എന്റെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കുന്ന സമയത്തിനായി ഞാൻ കാത്തിരിക്കുക. प्रियो, मेरे और आपके जीवन के अंदर हमारी आशा क्या है? जिस प्रकार से 1 कुरिन्थियों 15वें अध्याय में लिखा गया है, शरीर नाशवान दशा में बोया जाता है और अविनाशी रूप में जी उठता है. अनादर के साथ बोया जाता है, तेज के साथ जी उठता है. निर्बलता के साथ बोया जाता है, सामर्थ के साथ जी उठता है. एक बड़े रूपांतरण के लिए पुनरुत्थान की सामर्थ के द्वारा पवित्र आत्मा मेरे और आपकी इंद्रियों में अगुवाई करने पाए. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണല്ലോ അവിടെ, നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ദൈവത്തിന് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും നാം അവനെ എന്ത് ചെയ്യാണ്? സ്നേഹിക്കുകയാണ്. और 8वां पद कहता है, उससे तुम बिन देखे प्रेम रखते हो. അടുത്ത വാക്യം പറയും, നിങ്ങൾ അവനെ കണ്ടിട്ടില്ല സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഫ്യൂച്ചറിൽ വരാനുള്ള കാര്യം എന്താണ്? വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതും സന്തോഷത്തോടെ ആനന്ദിക്കുന്ന അനുഭവമുണ്ട്. और 8वां पद और 9वां पद कहता है कि उससे तुम बिन देखे प्रेम रखते हो, और अब तो उस पर बिन देखे भी विश्वास करके ऐसे आनंदित और मगन होते हो जो वर्णन से बाहर और महिमा से भरा हुआ है, और अपने विश्वास का प्रतिफल अर्थात आत्माओं का उद्धार प्राप्त करते हो. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രത്യാശ, നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. प्रियो, मेरी और आपके जीवन की आशा क्या है?
हमने उद्धार पा लिया, उद्धार के उस कार्य के अंदर हम आगे बढ़ रहे हैं और पूर्ण रीति से उस महिमा की आशा हम करते रहते हैं। നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെയും നടന്നിട്ടില്ല. हमारे शरीर का पूर्ण उद्धार अभी तक नहीं हुआ है। ദൈവത്തിന്റെ വചനം പറയുന്നു ആത്മരക്ഷ പ്രാപിക്കുന്ന, നിങ്ങൾ ആ ഭാഗത്ത് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം, ആത്മരക്ഷ പ്രാപിക്കുന്ന, ദൈവത്തിന് സ്തോത്രം, ആത്മരക്ഷ പ്രാപിക്കുന്ന ഒരു സുദിനമുണ്ട്. അതിനുവേണ്ടി പ്രത്യാശയോടെ ആയിരിക്കാം. देखिए 9वां पद में लिखा है कि आत्माओं का उद्धार एक महत्वपूर्ण पहलू है और मैं और आप उस दिन के लिए जब हमारी आत्माओं का उद्धार होगा हम बाट जोह रहे। പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതും സന്തോഷത്തോടെ ആനന്ദിക്കുന്ന ദൈവത്തിന് സ്തോത്രം, ആ ഒരു സുദിനത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം. वर्णन से बाहर महिमा से भरे हुए उस आनंद के लिए हमें बाट जोहते रहना। കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, തെസ്സലോനിക്ക പറയുന്നു, ജീവനോടെ ശേഷിക്കുന്നവർ, അതെ എന്ത് ചെയ്യും, ജീവനോടെ ശേഷിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുവാനിടയായിത്തീരും. और हम देखते हैं तुरही फूंकी जाएगी, प्रभु का प्रधान दूत का स्वर्ग होगा, जब मसीह में मरे हुए पहले जी उठेंगे और उसके बाद जो हम बचे हुए हैं हम उसके साथ जिंदा उठा लिए जाएंगे, वह हमारी आशा है। ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെട്ട് മരിച്ചവർ ഉയർക്കുന്ന സുദിനത്തിനായി നമുക്ക് കാത്തിരിക്കാം. हम जो जीवित और बचे रहेंगे उसके साथ बादलों पर उठा लिए जाएंगे, उस दिन के लिए हमारी बाट हमें जोहते रहना है। ദൈവത്തിന്റെ വചനം പറയുന്നതിന് 16-ാമത്തെ വാക്യം പറയുന്നു, 16वां पद कहता है, ഞാൻ വിശുദ്ധനായതുകൊണ്ട് നിങ്ങളും വിശുദ്ധരാകുവിൻ. क्योंकि लिखा है पवित्र बनो क्योंकि मैं पवित्र हूं। കഷ്ടതയോ പട്ടിണിയോ എന്തു വന്നാലും ദൈവീയ വിശുദ്ധിയിൽ നിന്നും മാറിപ്പോകാതെ ദൈവീയ വിശുദ്ധിയോടടുത്ത് വന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ വരാനുള്ള കൃപയിലേക്ക് പ്രത്യാശ വെച്ചുകൊള്ളണം. प्रियो मेरे और आपके जीवन के अंदर चाहे क्लेश आए, चाहे चुनौतियां आए, उन सब के बीच में भविष्य में प्रकट होने वाले उस अनुग्रह को स्मरण करते हुए हमें वर्तमान में आगे कदमों को बढ़ाना है। 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ दूसरे अध्याय में हम देखते हैं 3 കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 3 बातों में आपके सम्मुख रखना चाहूंगा। വ്യക്തിപരമായ ജീവിതത്തിൽ നാം ഒരു ശിശുവിന്റെ മനോഭാവമായിരിക്കണം. व्यक्तिगत जीवन में एक नए जन्मे हुए बच्चे की मानसिकता हमारी होनी चाहिए। മനോഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഒരു നിഷ്കളങ്കമായ അനുഭവത്തിലായിരിക്കണം. और परमेश्वर के साथ के हमारे उस रिश्ते के अंदर एक छोटे बच्चे के समान निष्कलंक एक मासूमियत हमारे अंदर होना चाहिए। 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, पहला पद कह रहा है दूसरे अध्याय में, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മാമില്ലാത്ത പാല് കുടിപ്പീൻ. इसलिए सब प्रकार का बैरभाव और छल और कपट और डाह और निंदा को दूर करके नए जन्मे हुए बच्चों के समान निर्मल आत्मिक दूध की लालसा करो। ഇപ്പൊ ജനിച്ച ശിശുവിന്റെ ഒരു മനോഭാവം ഏറ്റെടുക്കണം. नए जन्मे हुए बच्चे का मन हमारा होना चाहिए। ഇപ്പൊ ജനിച്ച ശിശുവിന്റെ ഗുണമെന്ന് പറയുന്നത് 1-ാമത്തെ ഗുണം നിഷ്കളങ്കതയുണ്ടെന്ന്. और नया जन्मा हुआ बच्चा उसके अंदर कपट नहीं है, निष्कलंक मन है उसका। ഇപ്പൊ ജനിച്ച കുഞ്ഞിന്റെ ഒരു പ്രത്യേകത, അമ്മയിൽ ആശ്രയിച്ച് മാത്രമേ ആ കുഞ്ഞിന് ജീവിക്കാൻ ഒക്കത്തുള്ളൂ. और वो नया जन्मा हुआ बच्चा वो पूरी रीति से अपनी मां पर निर्भर रहता है। വചനം പറയുന്നു, ദുഷ്ടതയും ചതിവും നുണയൊക്കെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞു വളരത്തില്ല. वचन में देखते हैं बैरभाव, छल, कपट, ईर्ष्या, निंदा, ये सारी बातें अगर इस बच्चे के अंदर है तो वो बच्चा सही रीति से बढ़ नहीं पाएगा। നമുക്ക് ആരോടൊരു കയ്പ് വേണ്ട, ആരെക്കുറിച്ചൊരു നുണ പറയണ്ട, വ്യാജഭാവം വേണ്ട. നമ്മുടെ ജീവിതത്തിൽ അത് ചതിവോ ദുഷ്ടതയോ ഒന്നും വേണ്ട. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്. എന്നാൽ ദൈവവചനം പറയുന്നു, ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ നിഷ്കളങ്കതയോട് അത് അമ്മയിൽ ആശ്രയിക്കുന്ന ഒരു ശിശുവിനെ പോലെ
വ്യക്തിപരമായ ജീവിതത്തിൽ ആയിത്തീരുവാൻ ദൈവാത്മാവ് ഓർപ്പിക്കുക. परमेश्वर का आत्मा मुझसे और आपसे क्या चाह रहा है? हमारे अंदर डाह, छल, कपट ये बातें नहीं पाई जानी चाहिए. हमें इनमें से बाहर निकलना है. जिस प्रकार से एक छोटा बच्चा उसके अंदर की जो मासूमियत होती है, ऐसी एक मासूमियत हमारे और परमेश्वर के बीच के रिश्ते के अंदर होना बहुत जरूरी है. നമുക്കറിയാം, ഉള്ളിൽ രോഗമുള്ള പണ്ടൊക്കെ ഈ വരെയുള്ള കുഞ്ഞുങ്ങൾ എത്ര കഴിച്ചാലും അവർക്ക് നന്നാകത്തില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദുഷ്ടതകൾ അകത്തിരുന്നാൽ ആത്മീയരാണെങ്കിലും വീണ്ടും ജനിച്ചവരാണെങ്കിലും അവരെന്തില്ല, വളർച്ച പ്രാപിക്കത്തില്ല. हम देखते हैं छोटे बच्चों के जब पेट में कीड़े हो जाते हैं, कितना भी खाना खाए उनके शरीर में वो पकड़ता नहीं है. ठीक इसी प्रकार से अगर हमारे अंदर, हमारे मन में ये सारी बातें पड़ी हुई है, नकारात्मक बातें पड़ी हुई है, हमारे जीवन में हम आत्मिक रीति से बढ़ नहीं पाएंगे. ദൈവത്തിന്റെ വചനം പറയുന്നു, രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്നുമില്ല മാനമായമില്ലാത്ത പാല് കുടിക്കുവാൻ നമ്മൾ വാഞ്ചിക്കണം. और वचन हमें कहता है उद्धार पाने के लिए, बढ़ते जाने के लिए वचन रूपी निर्मल आत्मिक दूध की लालसा हमें करना है. വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കൊരു ശിശുവിന്റെ ഒരു സ്വഭാവം ഏറ്റെടുക്കാം. व्यक्तिगत जीवन में एक छोटे बच्चे का मन, स्वभाव हमारे अंदर आने पाए. നാലാമത്തെ വാക്യം പറയുന്നു, മനുഷ്യൻ തള്ളിയെങ്കിലും ദൈവത്തിൽ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി തീരണം. चौथा पद कहता है उसके पास आकर जिसे मनुष्यों ने तो निकम्मा ठहराया, परंतु परमेश्वर के निकट चुना हुआ और बहुमूल्य जीवता पत्थर है. അവന്റെ അടുക്കൽ വന്നിട്ട്, യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും എന്തായി തീരണം? ജീവനുള്ള കല്ലുകളായി തീരണം. तुम भी आप जीवते पत्थरों के समान यीशु के करीब आकर उस बहुमूल्य अवस्था को पाना है. മരിച്ച കല്ലുകളെ കൊണ്ടോ ജീവനില്ലാത്ത കല്ലുകളെ കൊണ്ടോ ദൈവസഭ പണിയുവാൻ കഴിയത്തില്ല. देखिए, मरे हुए पत्थर से परमेश्वर की कलीसिया नहीं बन सकती. वहां कर्ताव पर जीवित पत्थर चाहिए जो प्रभु के साथ में आ सके और वो कलीसिया का निर्माण हो सके. യേശുവിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവൻ പ്രാപിക്കുന്ന ഒരു അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. यीशु के करीबी में आकर आप भी जीवन पाने के लिए इन दिनों में प्रार्थना में समयों को व्यतीत करें. ഈ ജീവനുള്ള കല്ലുകളെ കൊണ്ടാണ് ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തുവിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കത്തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമായി നമ്മെ പണിതുകൊണ്ടിരിക്കുക. पांचवा पद कहता है तुम भी आप जीवते पत्थरों के समान आत्मिक घर बनते जाते हो, जिससे याजकों का पवित्र समाज बनकर ऐसे आत्मिक बलिदान चढ़ाओ जो यीशु मसीह के द्वारा परमेश्वर को ग्राह्य हो. ദൈവസഭകൾക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി ആത്മീയ ഗ്രഹത്തിന്റെ ചത്തകല്ലുകളല്ല, ജീവൻ പ്രാപിച്ച് ആ ഗ്രഹത്തിന്റെ, ആത്മീയ ഗ്രഹത്തിന്റെ കല്ലുകളായി ആത്മീയ പുരോഹിത വർഗമായി ദൈവം നമ്മെ പണിയപ്പെടുകയാണ്. परमेश्वर हमें बना रहा है. परमेश्वर के आत्मिक घर के अंदर एक जीवते पत्थर के समान प्रभु हमें स्थापित करके हमारे जीवन को आगे बढ़ा रहा है. ദൈവത്തിന്റെ വചനം പറയുന്നു, അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവൻ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കത്തില്ല എന്ന്. അതേ തിരുവെഴുത്ത് കാണുന്നല്ലോ, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിക്കത്തില്ല. छठा पद कहता है कि देखो मैं सियोन में कोने के सिरे का चुना हुआ और बहुमूल्य पत्थर धरता हूं, और जो कोई उस पर विश्वास करेगा वह किसी रीति से लज्जित नहीं होगा. ദൈവത്തിന്റെ സഭയോടുള്ള ബന്ധത്തിൽ ഞാൻ 3 കാര്യങ്ങൾ ഓർപ്പിച്ചത്. വ്യക്തിപരമായ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ശിശുവിന്റെ സ്വഭാവം ഏറ്റെടുക്കണം, നിഷ്കളങ്കത ഏറ്റെടുക്കണം. ശിശുവിനെ പോലെ ആകണമെന്നല്ല പറഞ്ഞ്, ശിശുവിന്റെ സ്വഭാവം, ആ മനോഭാവം, നിഷ്കളങ്കതയും ആശ്രയവും നമ്മൾ ഏറ്റെടുക്കണം. രണ്ടാമതായി, ജീവനുള്ള കല്ലായ നിങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് വചനം പഠിച്ച് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ നിന്ന് ദൈവസഭയുടെ ജീവനുള്ള കല്ലുകളായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. प्रियो, कलीसिया में
प्रभु के साथ के हमारे उस रिश्ते के अंदर सबसे पहली बात उस नए जन्मे हुए बच्चे के समान एक निष्कलंक मन मेरे और आपके अंदर होना चाहिए। दूसरा, वचन को सीख कर सामर्थ को पाकर जीवित पत्थर के समान कलीसिया के अंदर हमें जुड़ना है और एक बढ़ोतरी हमारे अंदर होना है। നിങ്ങൾ ലജ്ജിക്കത്തില്ല, നിങ്ങൾക്കൊരു മാന്യതയുണ്ട്। प्रियो, मेरे और आपके जीवन के अंदर हमें आदर मान करने वाला एक परमेश्वर है। ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നെ മാനിക്കുന്നവരെ മാനിക്കുന്ന ദൈവമാണ്, എന്നെ നിന്ദിക്കുന്നവർ ലജ്ജിതരായി തീരും। और वचन कहता है कि जो मेरा आदर मान करेगा मैं उससे बढ़ाऊंगा, लेकिन जो मेरे खिलाफ खड़ा होगा वह अपने जीवन में निंदा को महसूस कर पाएगा। ഈ ദൈവിക ജീവനോടുകൂടെ ചില മണ്ഡലങ്ങളിലേക്ക് ചെന്ന് കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി ഒരു ജീവനുള്ള കല്ലുകളായി തീരുവാൻ ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുക। और पवित्र आत्मा आज की सुबह मुझसे और आपसे चाह रहा है इन दिनों में एक जीवित पत्थर के समान कलीसिया में बने रहने के लिए, बढ़ते रहने के लिए पवित्र आत्मा मुझे और आपको चाह रहा है। നിന്നിൽ പ്രാപിച്ച അഭിഷേകം നീ ചെല്ലുന്നിടത്തെല്ലാം അത് ചലിക്കുന്ന പ്രാണികൾ ജീവിക്കുവാനിടയായി തീരും। और प्रियो, जो अभिषेक आपके ऊपर है वो आप में से होकर बहने पाए और जीवन का संचार जहां जहां आप जाते हैं वहां पर आपके द्वारा प्रकट होने पाए। നമുക്കറിയാം മിസോറാമിലൊക്കെ 7 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ദൈവാത്മാവിൽ പ്രവചിക്കുന്നത് കാണുവാൻ എനിക്കിടയായിട്ടുണ്ട്। और मिजोरम उन क्षेत्रों में छोटे छोटे बच्चे भविष्यवाणी करते हुए देखने का अवसर प्रभु ने मेरे जीवन में दिया। നിഷ്കളങ്കതയോട് ദൈവസഭയ്ക്ക് വേണ്ടി നീ ഒരു ജീവനുള്ള കല്ലാണെങ്കിൽ നിനക്കൊരു മാന്യതയുണ്ട്, നീ ലജ്ജിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല। प्रियो, यदि प्रभु के साथ के रिश्ते में एक छोटे बच्चे के समान एक निष्कलंक मन मेरे पास और आपके पास में है, हमारे जीवन में वह हमें हानि उठाने नहीं देगा, वह हमें बढ़ाएगा, वह हमें बनाएगा और हमारा आदर मान करने वाला परमेश्वर है। ചിലർക്ക് ഈ കല്ല് തടങ്കൽ പാറയും അപ്പോൾ തന്നെ ദൈവത്തിന് വരം പറയുന്നു ഇടർച്ചക്കല്ലും ഒക്കെ ആയിത്തീരാതവർക്ക് നാശത്തിനാകും। എന്നാൽ ചിലർക്ക് കർത്താവിനോട് അടുക്കുന്നവർക്ക് ഒരു ജീവനുള്ള കല്ലുകളായി തീരുവാനിടയായി തീരും। और हम देखते कुछ लोगों के लिए ये ठेस लगने का पत्थर हो सकता है, कुछ लोगों के लिए ठोकर खाने का पत्थर हो सकता है, लेकिन जो प्रभु की करीबी में आएगा उसे वो कोने का पत्थर बनाएगा, उसे वो मान के साथ में स्थापित करेगा। ഇന്ന് പകൽ മൂന്നാമത് ഞാൻ ഓർപ്പിക്കട്ടെ, ജീവനുള്ള കല്ലുകൾ നിങ്ങൾ അതിന്റെ അവസാനത്തെ വാക്യം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുത്ത രാജപുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു। और नौवां पद कहता है कि तुम एक चुना हुआ वंश, राजपदधारी याजकों का समाज, पवित्र लोग और परमेश्वर की निज प्रजा हो, इसलिए कि जिसने तुम्हें अंधकार में से अपनी अद्भुत ज्योति में बुलाया है उसके गुण प्रकट करो। ലോകത്തോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷികളായി തീരുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്। संसार के संबंध में परमेश्वर की महिमा देखे हुए गवाह के रूप में परमेश्वर मुझे और आपको स्थापित करना चाहता है। നിങ്ങൾ എവിടുന്നാ വന്നത്? അന്ധകാരത്തിന്റെ നടുവിൽ നിന്ന് ദൈവത്തിന്റെ വചനത്താൽ രക്ഷിക്കപ്പെട്ട് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു। अंधकार में से अपनी अद्भुत ज्योति में हमें बुलाया है, परमेश्वर ने हमें स्थापित किया है। ലോകത്തോടുള്ള ബന്ധത്തിൽ ഈ വചനത്തെ പ്രഘോഷിക്കുന്നവരായി, ഈ വചനം വിളിച്ചു പറയുന്നവരായി തീരുവാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്। प्रियो, संसार के मामले में परमेश्वर के वचन की घोषणा करने के लिए अंधकार में से अद्भुत ज्योति में बुलाए हुए उस परमेश्वर की महिमा का बखान करने के लिए परमेश्वर मुझे और आपको बुलाता है। ദൈവത്തിന്റെ വചനം പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു। वचन कहता उठ प्रकाशवान हो, तेरा प्रकाश आ पहुंचा है। നീ ചെല്ലുന്നിടത്തെല്ലാം ഒരു വലിയ വെളിച്ചം പകരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്। जहां जहां आप कदम रखोगे वहां पर एक बड़ा प्रकाश आपके द्वारा प्रकट होने पर ലോകത്തിന്റെ വെളിച്ചമാണ് നിങ്ങൾ, ആ വെളിച്ചം അനേകരിലേക്ക് പകരുവാൻ
ദൈവം ആഗ്രഹിക്കുകയാണ്. मैं और आप संसार की ज्योति है और हमारे अंदर जो प्रकाश परमेश्वर ने डाला है हमारे द्वारा कईयों तक पहुंचाने के लिए पवित्र आत्मा इंद्रों में मुझे और आपको अलग करता है. ജീവനുള്ള കല്ലായ അവനോട് ചേർന്നിരുന്നിട്ട് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ നിറവ് പ്രാപിച്ചുകൊണ്ട് ലോകത്തിൽ നടുവിച്ചെന്ന് ഈ വലിയ സുവിശേഷം വിളിച്ചു പറയുവാൻ, അത് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ घोषिക്കുവാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. प्रिय प्रभु का आत्मा चाहता है कि जीवित पत्थरों के समान जब हम आपस में मिलकर कलीसियाई संगति में हम बने रहते हैं, हमारे द्वारा संसार में एक प्रकाश प्रतिबिंबित होना है ताकि अन्य लोग प्रभु की महिमा को प्रकट करना है. അതുകൊണ്ടാണ് വചനം പറഞ്ഞ നിങ്ങൾ കരുണ ലഭിക്കാത്തവരായിരുന്നു, ഇപ്പോൾ ദൈവത്തിന് കരുണ ലഭിച്ചവരാണ്. और इसलिए वचन में लिखा है कि हम वे लोग थे जिन पर दया नहीं हुई थी, पर अब हम पर दया हुई है. ഇന്ന് പകൽ ജനമല്ലാത്തായിരുന്ന നിങ്ങളെ ദൈവം ജനമാക്കി തീർത്തു. हम जो प्रभु से दूर थे उसने हमें उसकी प्रजा बनाया. നമുക്ക് പറയാം, കർത്താവേ, हम मिलकर के प्रभु വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. मेरे व्यक्तिगत जीवन में एक छोटे बच्चे के समान मुझे निष्कलंक बनाइए. ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഒരു ജീവനുള്ള കല്ലുകളായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. कलीसिया के संबंध में एक जीवित पत्थर मुझे बनाइए. ലോകത്തോടുള്ള ബന്ധത്തിൽ അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനുള്ള ആ വലിയ കൃപ നമുക്ക് പ്രാപിച്ച് കർത്താവിന് വേണ്ടി നിൽക്കാം. संसार के संबंध में आपके अद्भुत गुणों को प्रकट करने का अनुग्रह आप हमें प्रदान कीजिए. ഇന്ന് പകരം ദൂത് ഞാൻ പറയട്ടെ, നീ ചില അന്ധകാര മണ്ഡലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ദൈവം തന്റെ വെളിച്ചത്തെ പ്രകാശിക്കുവാനിടയായി തീരും. और होने देने पाए कि जब आप अंधकार के क्षेत्रों से होकर गुजरे, आप में से होकर परमेश्वर अपनी अद्भुत ज्योति को प्रकट करने ഇരുണ്ട पाए. ചില ഹൃദയങ്ങൾ യേശുവിന് വേണ്ടി സമർപ്പിപ്പാനിടയായി തീരും. और आपके द्वारा कई लोग प्रभु को अपना जीवन सौंपेंगे. കർത്താവ് ഇന്ന് പകൽ ആ വലിയ കൃപ നമ്മുടെ മേൽ പകരട്ടെ. प्रभु वो बड़ा अनुग्रह हम सब पर उंडेलने पाए. ദൈവത്തിന്റെ ജനമാക്കി തീർത്തതിന്, प्रभु के लोग बनने के लिए, ആ കരുണ നമുക്ക് തന്നതിന് वो दया हम पर उसने की इसलिए ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. प्रभु का एक बड़ा उद्देश्य है. ഇന്ന് പകൽ നമ്മെ തന്നെ സമർപ്പിക്കാം. आज हम अपने आप को समर्पित करें. ഈ വലിയ കൃപയിൽ നമ്മെ കൊണ്ടുവന്നതിന്, इस बड़े अनुग्रह में हमें लेकर आने के लिए, പ്രത്യാശയോടെ കർത്താവിന് വരുവിന് വേണ്ടി നോക്കിയിരിക്കുമ്പോൾ आशा के साथ में उसके आगमन की बाट जो होने के लिए നമ്മുടെ ഡ്യൂട്ടികളെ നമുക്ക് ചെയ്യാം. हमारे कार्यों को हम करते रहे. കർത്താവിന് വേണ്ടി നിൽക്കാം. प्रभु के लिए हम खड़े रहे. ഈ 2021 इस 2021 में അവരുടെ സൽഗുണങ്ങളെ നമുക്ക് ഘോഷിക്കാം. उसके सद्गुणों की हम घोषणा करें. ദൈവസഭയുടെ ജീവനുള്ള കല്ലുകളായി തീരാം. कलीसिया के लिए जीवित पत्थर के समान हम बने रहे. കർത്താവ് തന്റെ സഭയെ പണിതുകൊണ്ടിരിക്കുകയാണ്. प्रभु अपनी कलीसिया को बना रहा है. അവൻ സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുകയാണ്. वह स्थान जगह तैयार करने के लिए गया है. ദൈവസഭയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. परमेश्वर की कलीसिया का कार्य हो रहा है. ഇന്ന് പകൽ നമ്മെ തന്നെ സമർപ്പിക്കാം. आज ഈ हम अपने വചനങ്ങളാൽ आप को- ദൈവം നമ്മെ സഹായിക്കും. हम अपने आप को समर्पित करें इन वचनों के द्वारा. प्रभु